എന്തായാലും പനി പിടിച്ചിട്ട് 1-2 ആഴ്ചയായിട്ട് റെസ്റ്റ് ആയിരുന്നേ. പക്ഷേ പനിയൊക്കെ മാറി പഴയ സൗണ്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കാരണം കട്ടപ്പനയുള്ള ബാല ഹോസ്പിറ്റലിലെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് പോയ സൗണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടേ ഏകദേശം 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്ന്. എന്തായാലും അത്രയും ദിവസം വീഡിയോ ഇടാതിരിക്കാൻ എനിക്ക് എന്തായാലും പറ്റത്തില്ല. പിന്നെ എനിക്കിതൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ. വീട്ടിലെ എല്ലാവർക്കും പനി പിടിക്കുമ്പോഴേ മൊത്തത്തിൽ അവതാളത്തിലാവും വീട്ടിലെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ അതാ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അതാ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഇത് താമരയ്ക്കുള്ള വളമാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചെളിയിലേക്ക് താത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേകതരം കാലാവസ്ഥ കാരണമാണ് കേട്ടോ എനിക്ക് വൈറൽ ഫീവർ പിടിച്ചത്. ഇന്നത്തെയും കാലാവസ്ഥ വലിയൊരു മെച്ചമൊന്നുമില്ല. മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടേ. അങ്ങനെ ഇന്നത്തെ ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ കറി വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മലബാർ സൈഡിലൊക്കെ മത്തൻ്റെ ഇല താളിക്കുന്ന ഒരു കറി വെക്കാറുണ്ടേ. ഇതാവുമ്പോൾ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല സ്വാദുമാണ് കേട്ടോ. കൂടെ വല്ല മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ കുശാലാവും. ആവശ്യത്തിനുള്ള മത്തൻ്റെ കൂമ്പലയൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ചെടീൻ്റെ മുകളിൽ കൂടെ വളർന്നു നിന്നിരുന്ന കോവലിൻ്റെ വള്ളീനെ മാറ്റി വിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും ഇത് അമ്മ വന്നിട്ട് അമ്മ നട്ടിരുന്ന തക്കാളിയുടെ തൈയിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ടോ എന്ന് വന്ന് നോക്കുകയാണേ. ചെറിയ ചെറിയ തക്കാളിക്ക ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. കുശലം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേഗം അടുക്കളയിലേക്ക് കയറി. സമയം 1 മണിയായിട്ടുണ്ടേ. മത്തൻ്റെ ഇല കറിയൊക്കെ വെച്ചു. പിന്നെ മീനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അതുകൂടെ വറുത്തെടുത്തേ.